നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകളിലും അതുപോലെ തന്നെ പെൺകുട്ടികളിലൊക്കെ അവരൊരു അഡോളസെൻറ്റ് പീരീഡൊക്കെ എത്തുന്ന സമയത്ത് അവരിൽ വരുന്നൊരു കോമൺ പ്രോബ്ലമാണ് അമിതമായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത്. അത് ചില ആളുകളിൽ പാരമ്പര്യമായിട്ട് അങ്ങനെ കാണിക്കാറുണ്ട്. എന്നാൽ ചില ആളുകളിൽ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഹെയർ ഗ്രോത്ത് എന്ന് ഉദ്ദേശിച്ചത് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ആണ്. മുഖത്ത് കൂടുതലായിട്ടും ഹെയർ ഉണ്ടാവുന്നു. അപ്പം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളിൽ പുരുഷന്മാരിലുള്ള പോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. നോർമലി ഒരു തിന്നായിട്ടുള്ള ഹെയർ എല്ലാവരിലും തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതുപോലെയല്ല പെൺകുട്ടികളിൽ പുരുഷന്മാരിൽ എങ്ങനെയാണോ ഹെയർ ഉള്ളത് അതേ ഒരു കട്ടിയിൽ അതേ ആ ഒരു കറുപ്പ് നിറമൊക്കെ ആയിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പം ഇങ്ങനൊരു ഹെയർ ഗ്രോത്ത് കൂടുതലും കാണിക്കുന്നത് ഒന്ന് അവരുടെ മീശ ഉള്ള ഭാഗങ്ങളിൽ, മറ്റൊന്ന് താടിയുടെ ഏരിയയിൽ കാണിക്കാറുണ്ട്. ചില ആളുകളിൽ ഈ ചീക്കിൻ്റെ ഭാഗത്തോട്ടൊക്കെ കുറച്ചൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ കൂടുതലും നമുക്ക് ഈ ഒരു താഴോട്ടാണ് കീഴ്ത്താടി നല്ല രീതിയിൽ ഈ രണ്ട് സൈഡിലായിട്ടും നല്ല കട്ടിയുള്ള രീതിയിൽ നമ്മൾ രോമങ്ങൾ കാണാറുണ്ട്. അപ്പം ഇത് പെൺകുട്ടികളിൽ കൂടുതലും ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു ചെറുതായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വളരെയധികം കുഞ്ഞായിരിക്കുന്ന സമയത്തൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നും കാണിക്കാറില്ല. അപ്പോൾ അവർ വലുതായി ആ ഒരു അഡോളസെൻറ്റ് പീരീഡൊക്കെ എത്തി. അപ്പം ചിലപ്പം പെൺകുട്ടികളിലൊക്കെ ആണെങ്കിൽ പീരീഡ്സ് എല്ലാം ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇങ്ങനെയുള്ളൊരു ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറഞ്ഞു. ഒന്ന് ഹോർമോണൽ ചേഞ്ചസ് ആണ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു പാരമ്പര്യമായിട്ട് അങ്ങനെ വരുന്ന ആളുകളിലും നമ്മൾ കാണാറുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ അതിനൊക്കെ ഒരുപാട് റെമഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഒരുപാട് ഹെയർ റിമൂവൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പലരും അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഹെയർ റിമൂവ് ചെയ്യുന്ന ക്രീംസ് യൂസ് ചെയ്യുന്നു. അങ്ങനെ തന്നെ നമ്മളിപ്പം പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യേണ്ട ഒരുപാട് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം കൂടുതൽ ആളുകളാണെങ്കിലും ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പം ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളതൊരു അതിനൊരു ഷെഡ്യൂളുണ്ട്. ഇത്ര സമയം കൂടുമ്പം ഈ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കാര്യമായിട്ടുള്ള ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ PCOD ഉള്ള ആളുകളായിക്കോട്ടെ, PCOD ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ആ ഒരു ഹെയർ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ചേഞ്ചസ് ബോഡിയിൽ ചേഞ്ചസ് വരാം. PCODയിൽ എന്താ സംഭവിക്കുന്നത്, ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. ആ ഒരു സിസ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഓവറിനകത്ത് ഹോർമോണൽ ചേഞ്ചസ് പ്രോപ്പറായിട്ട് ഓവം പ്രൊഡ്യൂസ് ചെയ്യില്ല, ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനും പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് അമിതമായിട്ടുള്ള ഹെയർ ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് ഈ പ്രശ്നം കാണുന്നത് PCOD ഉള്ള പെൺകുട്ടികളിലും അതുപോലെ തന്നെ സ്ത്രീകളിലുമാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെയും ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവാം, എന്നാൽ സിസ്റ്റ് ഫോർമേഷൻ ഇല്ല. ഈ ഒരു അണ്ടാശയത്തിനകത്ത് സിസ്റ്റ് ഫോർമേഷൻ ഇല്ല, പക്ഷെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ചസ് നടക്കുന്നുണ്ടെങ്കിലും ആൻഡ്രോജൻ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടും കാണിക്കാം. ഇപ്പം നോർമലി നമ്മളെല്ലാവരും അത് ഷേവ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് കൂടുതലാണ്. നമ്മളൊരു സ്ഥലത്ത് ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഹെയർ കളഞ്ഞുകൊണ്ടിരിക്കുക, പെട്ടെന്ന് അവിടെ ഹെയർ ഗ്രോത്ത് കൂടുക ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഗ്രോത്ത് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ വന്ന കണ്ടീഷൻ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവാരിയൻ ഡിസീസ് ആണ്. ഒരുപാട് സിസ്റ്റുകളായിട്ട് ആളുകളിൽ കാണിക്കാറുണ്ട്. മൾട്ടിപ്പിൾ സിസ്റ്റ് ഫോർമേഷൻ ഓവറീസിൽ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ സിംഗിൾ സിസ്റ്റുകളായിട്ടും ഇങ്ങനെ ഓവറീസിൽ കാണിക്കാറുണ്ട്. അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് PCODക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ്. പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾ എടുക്കണം. ഡയറ്റ് തെറാപ്പി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് PCOD ക്യൂർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ PCODക്ക് ആദ്യം തന്നെ ഒരു മെഡിസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരും പോകരുത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് വഴി നമുക്ക് PCOD പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നോർമലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹെയർ ഗ്രോത്ത് ഒന്ന് താൽക്കാലികമായിട്ടൊക്കെ പോക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നാച്ചുറൽ റെമഡീസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ ഇതിനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് അധികം കോസ്റ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് അധികം പൈസ ചിലവാക്കാതെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പലരും അത് ഡെയിലി ചെയ്യാൻ മടിയായതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ട്രീറ്റ്മെൻറ്റ്സിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്കത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിലൊക്കെയാണ് ഈ ഒരു ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ അപ്പർ ലിപ്പ് അല്ലെങ്കിൽ ഈ ലോവർ ചിൻ ഏരിയയിലൊക്കെയാണ് ഹെയർ ഗ്രോത്ത് എങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന മഞ്ഞൾ, പച്ച മഞ്ഞൾ നിങ്ങൾ എല്ലാ ദിവസവും പച്ച മഞ്ഞൾ അരച്ചിട്ട്
നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രോമത്തിൻ്റെ കുറച്ച് കട്ടിയും കുറയും, അതുപോലെ തന്നെ ആ ഒരു കളറും കുറച്ച് ഡിം ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അത് തന്നെ ഓട്ടോമാറ്റിക്കലി കുറേ, അതായത് നിങ്ങൾ ഒരു മാസമോ 2 മാസമോ മാത്രം ഈ ഒരു പച്ചമഞ്ഞൾ തേച്ചിട്ട് കാര്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മന്തൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു അഡോളസെൻ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പഠിക്കുന്ന സമയമായിരിക്കാം. ഈ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേറെ കൂടുതലായിട്ടൊന്നും ചെയ്യാനും ആലോചിക്കാനും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നല്ല പച്ചമഞ്ഞൾ വാങ്ങിയിട്ട് അരച്ചിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെന്ത് ചെയ്യുക, നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ട് അത് ജസ്റ്റ് വാഷ് ചെയ്ത് കളയുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പച്ച പപ്പായ ഇട്ടും അതും പച്ചമഞ്ഞളും കൂടി അരയ്ക്കുക, എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും ഡെയിലി ചെയ്യണം നിങ്ങൾ. ഈ പറയുന്ന കാര്യമൊക്കെ ഞാൻ ഡെയിലി ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ തേച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കാണില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന വഴി ഹെയർ ഗ്രോത്തും കുറയും, അതുപോലെ തന്നെ കുറച്ച് ഫേസിനൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വരുന്നതുമാണ്. അതുപോലെ തന്നെ നമുക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടുന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് പാലിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തത് വഴി നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചെടുക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ സൈഡിലൂടെ നിങ്ങൾ PCODക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്, PCOD പ്രശ്നങ്ങളുണ്ട്, ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.